നടൻ കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും മകൾക്കും 3 സുഹൃത്തുക്കൾക്കുമെതിരെ കേരള പോലീസ് ചുമത്തിയിരിക്കുന്ന കേസിലെ വകുപ്പുകൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? എന്തോ ഒരു ഗൂഢാലോചനയുടെ പുറത്ത് എന്തൊക്കെയോ കൃത്യമായ അജണ്ടകളുടെ ഭാഗമായി കൃഷ്ണകുമാറിനെ പൂട്ടുക എന്ന ലക്ഷ്യത്തിൽ രംഗത്തിറങ്ങിയതായിരുന്നു ചിലർ. അതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അട്ടിമറിയുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഓർക്കണം, ഒരു വലിയ തട്ടിപ്പ് കേസിലെ പ്രതികൾ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കേണ്ട പോലീസ് അതിനേക്കാൾ ജാഗ്രത കാട്ടിയത് കൃഷ്ണകുമാറിനും മകൾക്കും ഭാര്യയ്ക്കുമെതിരെ കേസെടുക്കാനാണ്. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇതൊരു കടുങ്കൈ തന്നെ. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനല്ലേ ഇവരിട്ട് പന്താടുന്നത്. അപ്പോഴാണ് അവർ രംഗത്ത് വരുന്നത്. ഓർക്കണം, അതിനു മുൻപ് ഈ പെൺകുട്ടികൾ അടിച്ചു മാറ്റിയ പണം തിരിച്ചു തരുന്നെങ്കിൽ പോവട്ടെ എന്ന് വെച്ച് സാവകാശം കൊടുത്തതാണ്. അവരെ നാറ്റിക്കേണ്ടെന്ന് കരുതിയതാണ്. എന്നിട്ട് ആ പെൺകുട്ടികൾ കൊടുത്ത പരാതിയിൽ പോലീസ് കേസെടുക്കുന്നു. ഞാനും കേട്ടു. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ നാട്ടിൽ കാശുണ്ടെങ്കിൽ എന്ത് നടക്കും? ഞാൻ ആ വകുപ്പുകളിലൂടെ ഓടിച്ചു നോക്കിപ്പോയി, ഞെട്ടിപ്പോയി. കൃഷ്ണകുമാറിനെതിരെ ചുമത്തിയിരിക്കുന്നത് 7 വകുപ്പുകളാണ്. അതായത് മെനക്കെട്ടിരുന്ന് ആരൊക്കെയോ ഗൂഢാലോചന നടത്തി കൃത്യമായി എഴുതി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായി 7 വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ.